ഇപ്പം നമ്മുടെ ഫസ്റ്റ് അധ്യായം ലോകത്തിൻ്റെ നെറുകയിൽ. നമ്മുടെ ശരീരത്തിൻ്റെ നെറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് നെറുക എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ നെറുക എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. അപ്പോൾ അത്തരം പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ ആദ്യത്തെ അധ്യായം. നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ത്യ പലതരത്തിൽ വ്യത്യസ്തമാണ്. അപ്പോൾ ഭൂപ്രകൃതി നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലെ പല ഭാഗത്തും പലതരത്തിലുള്ള ഭൂപ്രകൃതിയാണുള്ളത്. അപ്പോൾ ഭൂപ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഇന്ത്യയെ 5ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം ഉത്തരപർവ്വത മേഖല, രണ്ടാമത്തെ ഭാഗം ഉത്തരേന്ത്യൻ സമതലം, മൂന്നാമത്തെ ഭാഗം ഉപദ്വീപീയ പീഠഭൂമി, നാലാമത്തെ ഭാഗം ഇന്ത്യൻ മരുഭൂമി, അഞ്ചാമത്തെ ഭാഗം തീരദേശങ്ങളും ദ്വീപുകളും. ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ട് ബ്രൗൺ കളറിൽ കാണുന്ന പ്രദേശമാണ്. ഏറ്റവും ഒരു കിരീടം വെച്ച പോലെ, ഒരു രാജാവ് കിരീടം വെച്ച പോലെയാണ് ആ ഒരു പ്രദേശം ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പ്രദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാവൽക്കാരൻ എന്ന് പറയാം. കാരണം ബാക്കി 3 സൈഡിലും എന്താണ്, കടലാണ്, വെള്ളമാണ്. ആ ഒരു മുകൾ ഭാഗത്ത് മാത്രമാണ് നമുക്ക് കരയുള്ളത്. അവിടെ തന്നെ വലിയ വലിയ പർവ്വതങ്ങളാണ്. അപ്പോൾ ഒരു പർവ്വതങ്ങൾ ഇങ്ങനെ ശരിക്കൊരു കാവൽക്കാരനായിട്ടാണ് നിൽക്കുന്നത്. വല്ലാതെയുള്ള കാറ്റോ അല്ലെങ്കിൽ വല്ലാതെയുള്ള കടന്നുകയറ്റങ്ങളോ ഒന്നും ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ ഇന്ത്യയെ കാവൽക്കാരൻ പോലെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. ഇവിടെ നിറയെ പർവ്വതങ്ങളാണ്. ഹിമാലയം അടക്കമുള്ള ഒരുപാട് വലിയ വലിയ പർവ്വതങ്ങൾ നമുക്കവിടെ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ ഈ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ ഇത്. ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല കേട്ടോ. ഇനി ഈ ഉത്തരപർവ്വത മേഖലയുടെ താഴെയായിട്ടൊരു എന്താണ് പിസ്ത ഗ്രീനിൽ കാണുന്ന ആ പ്രദേശമാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷി നടത്തുന്നത്, കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണിത്. പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ളിടത്ത് ആൾക്കാർ കൂടുമെന്ന് പറഞ്ഞ പോലെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് കേട്ടോ. അതേപോലെ സൈഡിലായിട്ട് കാണുന്ന മഞ്ഞ പ്രദേശം, ഒട്ടകങ്ങളൊക്കെ കാണപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അതുപോലെ സെൻട്രലായിട്ട് ഏകദേശം ഒരു ത്രികോണ ആകൃതിയിൽ ഓറഞ്ച് കളറിൽ കാണപ്പെടുന്ന പ്രദേശമാണ് ഇന്ത്യൻ മരുഭൂമി എന്ന് പറയുന്നത്. സൈഡിലായിട്ട് നമ്മൾ ലേഡീസ് ഷാളൊക്കെ ഇടുന്ന പോലെ വളരെ ലൈറ്റായിട്ട് ഒരു പച്ച 2 ലൈൻ പോകുന്നുണ്ട് അല്ലേ. ആ പ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ. തീരപ്രദേശത്താണ് ഇപ്പോൾ നമ്മുടെ കേരളം വരുന്നത് അല്ലേ. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ 2 പ്രദേശങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഇനി ഇത് കൂടാതെ ഇന്ത്യയുടെ മാപ്പിൽ ഉൾപ്പെടാത്ത പ്രദേശങ്ങളാണ് ദ്വീപുകൾ. ദ്വീപുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലക്ഷദ്വീപ് ഉണ്ട്, അതേപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഇത്രയും പ്രദേശങ്ങളാണ് ഭൂപ്രകൃതി അനുസരിച്ചുള്ള ഇന്ത്യയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ തന്നെ ഉത്തരപർവ്വത മേഖല എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. മിസ് ഏറ്റവും അടിയിൽ കാണിച്ചിരിക്കുന്ന സ്ലൈഡിൽ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് അല്ലേ. ഈ ലൈൻ തുടങ്ങുന്ന ആ ഭാഗത്തെ പറയുന്ന പേരാണ് പാമീർ പർവ്വതക്കെട്ട്. ഈ മുകളിലായിട്ട് ഏറ്റവും ഉയരത്തിൽ കാണുന്ന പ്രദേശത്തെ, അതായത് മിസ് ഇപ്പോൾ റൗണ്ട് വരച്ച പ്രദേശമാണ് എന്ത്, പാമീർ പർവ്വതക്കെട്ട്. അതേപോലെ തന്നെ ഈ പ്രദേശം, ഈ ലൈൻ വന്ന് അവസാനിക്കുന്ന പ്രദേശമാണ് പൂർവാച്ചൽ. അപ്പോൾ നമുക്ക് ഉത്തരപർവ്വത മേഖല ഈ ലൈൻ വിട്ട ഈ ഒരു ഏരിയ, അതായത് പാമീർ പർവ്വതക്കെട്ട് മുതൽ പൂർവാച്ചൽ വരെയുള്ള ഏരിയ ആണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വിടുന്ന ഇത്തരം പ്രദേശങ്ങളാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല. ഇവിടെയായിട്ട് ഈ പാമീർ പർവ്വതക്കെട്ടിന് സൈഡിലായിട്ട് ഒരു നദി പോകുന്നുണ്ട്. അതാണ് നമ്മുടെ സിന്ധു നദി. അതുപോലെ തന്നെ നമ്മുടെ പൂർവാചൽ ഏരിയയിലും ഒരു നദിയുണ്ട്. അതാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി. അപ്പോൾ നദിയെ ബേസ് ചെയ്തുകൊണ്ടും നമുക്കിതിനെ പറയാം. സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ പരന്നു കിടക്കുന്ന ഏരിയയാണ് ഉത്തരപർവ്വത മേഖല. അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് പാമീർ പർവ്വതക്കെട്ട് മുതൽ പൂർവാചൽ വരെ, അല്ലെങ്കിൽ സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ പരന്നു കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല. ഇനി നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ എന്താണ് ഒരു നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണ്. വീതി എന്ന് പറയുന്നത് 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അല്ലേ. ഉയരമേറിയ പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കൊടുമുടികളുണ്ട് ഇവിടെ. അതേപോലെ ഹിമാനികൾ കാണാം, മനോഹരമായ താഴ്വാരകൾ കാണാം. കൊടുമുടി ഉണ്ടെങ്കിൽ എന്തായാലും താഴ്വാരകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ അടങ്ങിയ ഒരു പ്രദേശമാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഇനി നമ്മളെ ഉത്തരപർവ്വത മേഖലയെ തന്നെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗമാണ് ട്രാൻസ് ഹിമാലയം. മിസ്സിൻ്റെ സ്ലൈഡിൽ ഒന്നുകൂടെ നോക്കിയാൽ കാണാം, വളരെ കളർഫുള്ളായിട്ട് വയലറ്റ് കളറിൽ കാണുന്ന ഈ പ്രദേശമാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം. അതേപോലെ സെൻട്രലായിട്ട് കാണുന്ന ഗ്രീൻ കളർ, പച്ച കളറിൽ വരുന്ന ഏരിയയാണ് ഹിമാലയം എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും എൻഡിലായിട്ട് കാണുന്ന ഓറഞ്ച് കളറിൽ കാണുന്ന ചെറിയ പ്രദേശമാണ് കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ ട്രാൻസ് ഹിമാലയം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 3 ചെറിയ ചെറിയ പർവ്വതനിരകൾ കാണാം അല്ലേ. ഈ പർവ്വതനിരകളുടെ പേരാണ് കാരക്കോരം, ലഡാക്ക്, സസ്കാർ. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്ക്, കാരക്കോരം, സസ്കാർ.
അതുപോലെ തന്നെ നമ്മളെ ഹിമാലയത്തിനെ വീണ്ടും നമ്മൾ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് 3 പ്രദേശങ്ങളുണ്ട് അവിടെ. കിഴക്കൻ മലനിരകളിലും ഒരു പ്രദേശമുണ്ട് പൂർവാഞ്ചൽ. അത് നമ്മൾ ഉത്തരപർവ്വത മേഖലയെ വീണ്ടും മൂന്നാക്കി തരംതിരിച്ചു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിലെ 3 മലനിരകളാണ് കാരക്കോരം, ലഡാക്ക്, സസ്കാർ. ഹിമാലയത്തിലെ 3 ഏരിയകളാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതേപോലെ കിഴക്കൻ മലനിരകളിലെ പ്രദേശമാണ് പൂർവാഞ്ചൽ. നമുക്ക് ഇതിൽ തന്നെ ട്രാൻസ് ഹിമാലയം എന്താണെന്ന് നോക്കാം. ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, വയലറ്റ് കളറിൽ വെച്ച് നേരത്തെ കാണിച്ചിരുന്ന ആ മോൾ പ്രദേശമാണ്. അവിടെ ഇരുന്നിട്ട് കാരക്കോരം, ലഡാക്ക്, സസ്കാർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ ടിബറ്റൻ ഹിമാലയാണ്. ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. മീറ്റർ ആണ് കേട്ടോ, ശ്രദ്ധിക്കണം, കിലോമീറ്റർ അല്ല. കിലോമീറ്റർ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബഹിരാകാശം വരെയുള്ള ഉയരം അളക്കേണ്ടി വരും. അപ്പോൾ ഒരു 3000 മീറ്റർ ആണ് ഇവിടെ വരുന്നത്. പക്ഷേ വീതി വരുന്നത് കിലോമീറ്റർ ആണ്. 40 കിലോമീറ്റർ ആണ് വീതി വരുന്നത്. നീളം എന്ന് പറയുന്നത് 965 കിലോമീറ്റർ ആണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഹിമാലയം നോക്കാം. അപ്പൊ അതിനെ നമ്മൾ ട്രാൻസ് ഹിമാലയത്തിനെ നമ്മൾ വിഭജിച്ചിട്ട് പഠിക്കുന്നില്ല കേട്ടോ. അവിടെ 3 മലനിരകൾ ഉണ്ടെന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ലഡാക്ക്, സസ്കാർ, കാരക്കോരം. നമ്മൾ നേരെ എന്ത് ചെയ്തു, ഹിമാലയത്തിലേക്ക് കടന്നു. രണ്ടാമത്തെ ഭാഗം ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്കായിട്ടാണ് നമ്മളുടെ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. നമ്മളിത് മൂന്നും വിശദമായിട്ട് ഒന്നും കൂടി നോക്കുന്നുണ്ട്. ഹിമാദ്രിക്ക് നമ്മളുടെ ഹിമാലയത്തിന്റെ മൂത്ത പുത്രനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂത്ത പുത്രനായതുകൊണ്ട് 2 പേരുകളിലും അവനെ പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം. അപ്പോൾ ഹിമാദ്രിയുടെ മറ്റു 2 പേരുകളാണ് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം. ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6100 മീറ്റർ ആണ്. മീറ്റർ ആണ്, അവിടെ പിന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ശരാശരി വീതി എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. അപ്പോൾ ലോകത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ ഉള്ളത് നമ്മുടെ ഹിമാദ്രിയിലാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. പക്ഷെ എവറസ്റ്റ് ഹിമാദ്രിയിലാണെങ്കിലും ഇന്ത്യയിലല്ല, നേപ്പാളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാദ്രിയിലാണ്. ഈ ഹിമാചലിന് ഒരു പേരുണ്ട്, ലെസ്സർ ഹിമാലയം. ഇത് ശിവാലിക്കിന് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3500 മുതൽ 4500 മീറ്റർ വരെയാണ്. ശരാശരി വീതി എന്ന് പറയുന്നത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. മലനിരകളായതുകൊണ്ട് കറക്റ്റ് നീളവും വീതിയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, പൊന്തിയും താന്നൊക്കെ ഇരിക്കണമുണ്ട്. അതാണ് നമ്മൾ ഏകദേശം പറയുന്നത് കേട്ടോ, ശരാശരി പറയുന്നത്. ഇനി ശിവാലിക്കിനും മറ്റൊരു പേരുണ്ട്, ഔട്ടർ ഹിമാലയം. അതിന്റെ നീളം എന്ന് പറയുന്നത് 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. അപ്പൊ ഹിമാദ്രിക്ക് 2 പേരുണ്ട്, ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം. ഹിമാചലിന് ഒരു പേരുണ്ട്, ലെസ്സർ ഹിമാലയം. ശിവാലിക്കിന്റെ മറ്റൊരു പേരാണ് ഔട്ടർ ഹിമാലയം. ഇനി നമുക്ക് ഹിമാലയത്തിന്റെ പിറവിയാണ് നോക്കാനുള്ളത്. ഹിമാലയത്തിന്റെ പിറവി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമല്ല. നമ്മൾ മുട്ടയുടെ ഒക്കെ തൊണ്ട് പൊടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കുന്ന രൂപത്തിലാണ് നമ്മളുടെ ഭൂമിയുടെ ഉപരിതലം കിടക്കുന്നത്. ഒരുപാട് ഫലകങ്ങൾ എന്ന് പറയും, ഓരോരോ പീസുകളായിട്ടാണ് നമ്മളുടെ ഭൂമിയുടെ ഉപരിതലം ഉള്ളത്. ഈ ഫലകങ്ങളുടെ ഇടയിലൊക്കെ കാണുന്ന നീല കളറുള്ള പ്രദേശം ഓഷ്യനാണ്, വെള്ളമാണ്, സമുദ്രങ്ങളാണ്. അപ്പോൾ സമുദ്രത്തിന്റെ ഇടയിൽ ഇങ്ങനെ പീസായിട്ട് ഫലകങ്ങളായിട്ടാണ് നമ്മുടെ ഭൂമിയുടെ കരഭാഗം കാണപ്പെടുന്നത്. ഓരോ ഭാഗത്തിനെയും നമ്മൾ ഫലകം, ഇംഗ്ലീഷിൽ പ്ലേറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇതിന് ഓരോ പ്ലേറ്റിനും ഓരോ ഭാഗത്തിനും പേരുണ്ട്. ആഫ്രിക്കൻ പ്ലേറ്റ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഫലകം, സൗത്ത് അമേരിക്കൻ ഫലകം, യൂറേഷ്യൻ ഫലകം, ഇന്ത്യൻ ഫലകം, അന്റാർട്ടിക് ഫലകം. അപ്പോൾ നമ്മളുടെ ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം. അങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ചെറിയതായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. ഇത് ചെറുതായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മ പോലും അറിയാതെ. നമ്മ അറിയുമ്പോഴാണ് ഭൂമികുലുക്കമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അതിന്റെ അടിയിലുള്ള നമ്മുടെ ഭൂമിയുടെ ഒരു ഘടന അനുസരിച്ച് ചെറിയ രീതിയിൽ നമ്മുടെ ഈ ഫലകങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഫലകങ്ങളുടെ ഇടയിൽ സമുദ്രം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതനുസരിച്ച് നമുക്കിനി ഫലകങ്ങളുടെ ചലനത്തെ കുറിച്ചൊന്ന് നോക്കാം. ചില സമയങ്ങളിൽ 2 ഫലകങ്ങൾ എന്ത് ചെയ്യും, അടുത്തടുത്തടുത്ത് വരും. അകലെ കിടക്കുന്ന 2 ഫലകങ്ങൾ അടുത്തടുത്ത് വരും. നമ്മൾ ചില കൂട്ടുകാർ അങ്ങനെയാണ് അല്ലേ, സ്കൂളിൽ ഒരാൾ ഫസ്റ്റ് ബെഞ്ചിലും ഒരാൾ ബാക്ക് ബെഞ്ചിലായിരിക്കും സ്കൂളിലത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ ഉണ്ടാവുക. പിന്നെ അവർ പതിപ്പിന് അടുത്തടുത്ത് വന്ന് നല്ല ഫ്രണ്ട്സായി ഒട്ടും പിരിയാത്ത വിധത്തിൽ അടുത്തടുത്തിരിക്കും. അപ്പൊ അതേപോലെ 2 ഫലങ്ങൾ അകലെ കിടക്കുന്ന ഫലങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ചലനത്തിന്റെ ഫലമായിട്ട് അടുത്തടുത്തടുത്ത് വരും. ഈ തരത്തിൽ അടുത്തടുത്ത് വരുന്ന ചലനത്തെ പറയുന്ന പേരാണ് സംയോജക സീമ. അതേപോലെ 2 ഫലങ്ങൾ അടുത്തടുത്തിരിക്കുകയായിരിക്കും. നമ്മളെ ഫ്രണ്ട്സിൽ അങ്ങനെയും കാണാം അല്ലേ. 8ാം ക്ലാസ്സിൽ ഭയങ്കര ഫ്രണ്ട്സായിട്ട് 9ാം ക്ലാസ്സിൽ വന്നിട്ട് അടുത്തടുത്തിരിക്കും. പക്ഷെ ചില തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ കൊണ്ട് പിന്നെ അവർ വേർപിരിയും. പിന്നെ ഒരാളെ ഫസ്റ്റ് ബെഞ്ചിൽ ഒരാളെ ലാസ്റ്റ് ബെഞ്ചിലായിട്ട് കാണപ്പെടും. പിന്നെ അവർ കൂട്ടേ ഉണ്ടാവില്ല, വേറെ ആൾക്കാരായിട്ടായിരിക്കും കൂട്ടുണ്ടാവുക. അപ്പൊ അതുപോലെ 2 അടുത്തടുത്തുള്ള ഫലങ്ങൾ അകന്നകന്ന് പോകുന്ന ചലനത്തെ പറയുന്ന പേരാണ് വിയോജക സീമ എന്ന്. ഇനി ചില ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, കാണുമ്പോൾ തന്നെ തെറ്റിപ്പിരിയും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസിയിട്ട് പോകും. പിന്നെ അവർ കൂട്ടുണ്ടാവില്ല, തല്ലും ഉണ്ടാവില്ല. രണ്ടാളെ വഴിക്ക് പോകും. അപ്പൊ അതേപോലെ ചില ഫലകങ്ങളുണ്ട്, അടുത്തടുത്ത് വന്നിട്ട് ഒന്ന് ഒരസി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും.
അത്തരം ചലനത്തിനും പറയുന്ന പേരാണ് ഭ്രംശക സീമ എന്ന്. അപ്പോൾ നമ്മളുടെ പ്ലേറ്റുകളുടെ ചലനങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് രണ്ട് ഫലകങ്ങളെ പരിചയപ്പെടാം, ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും. അപ്പോൾ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും ആദ്യത്തെ ചലനമായ സംയോജക സീമ അനുസരിച്ച് അകലെ അകലെ കിടക്കുകയായിരുന്നു. പക്ഷെ വർഷങ്ങളെടുത്ത് അവരെന്ത് ചെയ്തു, അടുത്തടുത്ത് വന്നു. അപ്പോൾ ഇവയ്ക്കിടയിൽ ഇന്ത്യൻ ഫലകത്തിന്റെയും യൂറേഷ്യൻ ഫലകത്തിന്റെയും ഇടയിൽ ഒരു സമുദ്രം ഉണ്ടായിരുന്നു. അതാണ് ടെത്തിസ് സമുദ്രം. ഈ സമുദ്രത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ടായിരുന്നു ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് വർഷങ്ങൾ എടുത്ത് വന്നപ്പോൾ ഇവർ തമ്മിൽ അടുക്കാൻ തുടങ്ങി. അടുത്തടുത്ത് വന്നിട്ട് നമ്മളുടെ ടെത്തിസ് സമുദ്രം ഇല്ലാതെയായി. അതിനുശേഷം ഇവർ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഇന്ത്യൻ ഫലകത്തിന് എന്ത് ചെയ്തു, മടക്കുകൾ വന്നു. അവർ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് കൂട്ടിമുട്ടിയപ്പോൾ എന്തുണ്ടായി, ഇന്ത്യൻ ഫലകത്തിന് മടക്കുകൾ വന്നു. വീണ്ടും ഇവരിങ്ങനെ മുട്ടിക്കൊണ്ടേയിരുന്നപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫലകം എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ മുകളിലേക്ക് പൊന്താൻ തുടങ്ങി. അങ്ങനെ മുകളിലേക്ക് പൊന്തിയാണ് നമ്മളുടെ ഹിമാലയം ഫോം ചെയ്തിട്ടുള്ളത്, ഹിമാലയം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ ഹിമാലയം വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അടിയിൽ ഈ രണ്ട് ഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം മടക്കുകൾ പൊന്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഹിമാലയം ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണാതായ നദി ഏതാണ്, സമുദ്രം ഏതാണ്, തെതിസ് ആണ്. അപ്പോൾ ഹിമാലയം രൂപീകരിക്കപ്പെടാൻ കാരണമായിട്ടുള്ള ഫലകങ്ങളാണ് ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും. ഈ പിക്ചർ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയത്തിന്റെ രൂപീകരണം എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ ഹിമാലയവും അതിന്റെ പ്രാദേശിക വിഭാഗങ്ങളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഹിമാലയവും അതിന് ചുറ്റുള്ള പ്രദേശങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഭാഗത്തെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ചിത്രത്തിൽ കാണുന്ന പോലെ പച്ച കളറിൽ കാണുന്ന ചെറിയ നമ്മളെ തലപ്പാവ് പോലെയുള്ള പ്രദേശമാണ് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. പിങ്ക് കളറിൽ കാണുന്ന ചെറിയ ഏരിയയാണ് മധ്യ ഹിമാലയം. ബാക്കി നിരന്ന് കിടക്കുന്ന വാല് പോലുള്ള പ്രദേശമാണ് നമ്മുടെ കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞുല്ലേ, ഇവിടെയായിട്ട് ഒരു നദിയുണ്ട്, പാമീർ പർവ്വതക്കെട്ടിനടുത്തായിട്ട് ഒരു നദിയുണ്ട്, അതാണ് സിന്ധു നദി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഓൾറെഡി സിന്ധു നദി ഉണ്ടെന്ന് നമുക്കറിയാം. അതിനുശേഷം ഇവിടെ എൻഡിലായിട്ട് മറ്റൊരു നദിയുണ്ട്, അതാണ് കാളി. അപ്പോൾ സിന്ധു നദി മുതൽ കാളി നദി വരെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിവിടെ അവസാനിക്കുന്ന ഇടത്തിലായിട്ട് മറ്റൊരു നദി കൂടിയുണ്ട്, അതാണ് ടീസ്ത നദി. അപ്പോൾ കാളി നദി മുതൽ ടീസ്ത നദി വരെ വരുന്ന ഈ ഏരിയയാണ് നമ്മുടെ മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു പൂർവാഞ്ചൽ ഈ പ്രദേശത്തിലായിട്ട് ബ്രഹ്മപുത്ര ഓൾറെഡി അവിടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ടീസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ വരുന്ന ഈ ഏരിയയിൽ പറയുന്ന പേരാണ് കിഴക്കൻ ഹിമാലയം എന്ന്. അപ്പോൾ നദീനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ളത്. സിന്ധു നദി മുതൽ കാളി നദി വരെ പടിഞ്ഞാറൻ ഹിമാലയം, കാളി നദി മുതൽ തിസ്ത നദി വരെ മധ്യ ഹിമാലയം, തിസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ കിഴക്കൻ ഹിമാലയം. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം എന്താണെന്ന് ഒന്നുകൂടി വിശദമായിട്ട് നോക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സിന്ധു നദി മുതൽ കാളി നദി വരെ വരുന്ന ഏരിയ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇതിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തലപ്പാവ് പോലുള്ള പ്രദേശങ്ങൾ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ മൂന്നായിട്ട് വീണ്ടും തിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ കാശ്മീർ ഹിമാലയം എന്താണെന്ന് നോക്കാം. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ജമ്മു കാശ്മീറും ലഡാക്കും. നമ്മളവിടെ ടൂറിസ്റ്റുകൾ പോയി കഴിഞ്ഞാൽ എന്തായാലും സന്ദർശിക്കുന്ന രണ്ട് ഏരിയാസ് ആണ് അല്ലേ, ജമ്മു കാശ്മീറും ലഡാക്കും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാശ്മീർ സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീറും ലഡാക്കുമാണ്. ഈ പ്രദേശത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റേഴ്സ് ആണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 700 കിലോമീറ്റർ ആണ്. വീതി എന്ന് പറയുന്നത് 500 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും ഒക്കെ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അതേപോലത്തെ ഒരു പ്രദേശമാണ് അവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ 3 പർവ്വത നിരകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു: കാരക്കോരം, ലഡാക്ക്, സസ്കാർ. ഇനി ഇതുകൂടാതെ കാശ്മീർ ഹിമാലയത്തിലെ മറ്റൊരു പർവ്വത നിരയാണ് പീർ പഞ്ചാൽ. അപ്പോൾ പീർ പഞ്ചാൽ കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് പഠിക്കാം. കാരക്കോരം, ലഡാക്ക്, സസ്കാർ, പീർ പഞ്ചാൽ ഈ മലനിരകൾ അടങ്ങിയ പ്രദേശമാണ് നമ്മുടെ കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. ഇനി ലോകത്തെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഒന്നാമത്തെ കൊടുമുടിയും എവിടെയാണെന്നുള്ളതും അത് ഏത് പ്രദേശത്താണെന്നുള്ളതും അതൊന്ന് ഓർത്തെടുക്കുക. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് കീറ്റു ആണ്. മൗണ്ട് കീറ്റു സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലാണ് കേട്ടോ. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും കൂടി നമ്മുടെ മൗണ്ട് കീറ്റുവിന് പേരുണ്ട്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നുകൂടി നമ്മുടെ മൗണ്ട് കീറ്റു അറിയപ്പെടുന്നുണ്ട്. ഇതിവിടുത്തെ കാരാക്കോരം മലനിരകളിലാണ് നമ്മുടെ കാശ്മീർ ഹിമാലയം ഉള്ളത്, അല്ല മൗണ്ട് കീറ്റു സ്ഥിതി ചെയ്യുന്നത്. ഇനി അതേപോലെ നമ്മളുടെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഹിമാനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയാച്ചിനും ബോൾട്ടാരോ ആണ്. സിയാച്ചിൻ, ബോൾട്ടാരോ എന്ന രണ്ട് പ്രധാനപ്പെട്ട ഹിമാനികൾ ഇവിടെ ഉണ്ട്. ഇനി ഇവിടുത്തെ നദികൾ
നമ്മൾ ഓൾറെഡി സിന്ധു നദി പറഞ്ഞു അല്ലേ. ഇനി അതിന്റെ പോഷക നദികൾ കൂടി നമ്മുടെ കാശ്മീർ ഹിമാലയത്തിന്റെ ഏരിയയിൽ വരുന്നുണ്ട്. അതാണ് രവി, ചലം, ചെനാബ്. ഇപ്പൊ സിന്ധു നദിയും രവി, ചലം, ചെനാബ് എന്നീ നദികളും നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികളാണ്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ബനിഹാൽ ചുരം. നിഹാലിന്റെ കൂടെ ഒരു ബാ ചേർത്ത് കഴിഞ്ഞാൽ ബനിഹാൽ അല്ലെ. ബനിഹാൽ ചുരമാണ് നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാലാണ്. എന്താണ് ശുദ്ധജല തടാകം? ശുദ്ധജല തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത വെള്ളം. പല സമുദ്രങ്ങളിലും നദികളിലും ഉപ്പുള്ള ജലമായിരിക്കും. ഉപ്പില്ലാത്ത ജലമുള്ള തടാകത്തിനെയാണ് ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഒരു ശുദ്ധജല തടാകം ദാലാണ്. നമ്മളിത് പല ഷൂട്ടിങ്ങുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഈ ഒരു തടാകത്തിൽ ഷൂട്ട് ചെയ്ത പല സോങ്ങുകളും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗിയാണ്. കാരണം ഈ ഒരു തടാകത്തിൽ എടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് അവ. ടൂറിസ്റ്റുകൾ കൂടുതലും ആകർഷിക്കപ്പെടുന്ന ഒരു തടാകം കൂടിയാണ് നമ്മുടെ ഈ ദാൽ തടാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹിമാലയം എന്താണെന്ന് നോക്കാം. ഇത് ഹിമാചൽ പ്രദേശത്തിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ ഹിമാലയം. അപ്പോൾ ഹിമാചൽ പ്രദേശ് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയത്തിലാണ് ഉള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികളാണ് ചെനാബ്, രവി, ബിയാസ്. ചെനാബ്, രവി, ബിയാസ് ഒക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികളാണ്. ഇനി ഇവിടെയും ശുദ്ധജല തടാകങ്ങളുണ്ട്. ചന്ദ്രതാൽ, സൂരജ്താൽ. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ് ചന്ദ്രതാൽ, സൂരജ്താൽ. ഇവിടുത്തെ ചുരമാണ് ബാർലച്ചാല ചുരം. അത് ഹിമാചലിനെ ലഡാക്കിനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ചുരമാണ് ബാർലച്ചാല ചുരം. അതേപോലെ റോഹ്താങ് ചുരം. ഇത് കുളു താഴ്വരനെയും സ്പിതി താഴ്വരനെയും കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട സഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളു, കങ്കര, ലാഹുൽ, ഷിംല, മണാലി. കുളു, മണാലി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഈ പ്രദേശങ്ങളൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇനി നമുക്ക് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലേക്ക് നോക്കാം. മൂന്നാമത്തെ ഭാഗമാണ് അല്ലെ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇത് സത്ലജ് നദി മുതൽ കാളി വരെ വരുന്ന പ്രദേശമാണ്. സത്ലജ് നദി മുതൽ കാളി വരെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം പരന്നെടുക്കുന്നത്. ഇതിന്റെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗദ്വാർ ഹിമാലയാണുള്ളത്. അവിടെയുള്ള ഒരു പർവ്വതമാണ് ഗദ്വാർ ഹിമാലയം. പടിഞ്ഞാറ് ഗദ്വാർ ഹിമാലയാണ് ഉത്തരാഖണ്ഡിനുള്ളത്. ഇനി ഇതിന്റെ കിഴക്ക് സൈഡിൽ കുമവൂൺ ഹിമാലയം, മറ്റൊരു പർവ്വതനിരയാണ് കുമവൂൺ ഹിമാലയം. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. ബദ്രിനാഥ്, കേദാർനാഥ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മളുടെ സന്യാസിമാരൊക്കെ പണ്ടൊക്കെ സന്യസിച്ചിരുന്ന കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ ഒരുപാട് ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ് കേദാർനാഥും ബദ്രിനാഥും ഒക്കെ. അപ്പൊ ഇതൊക്കെ എവിടെയാണുള്ളത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണുള്ളത്. പ്രധാനപ്പെട്ട കൊടുമുടികൾ നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് ഹിമാനികളാണ് ഗംഗോത്രിയും യമുനോത്രിയും. ഗംഗോത്രി, യമുനോത്രി എന്നറിയപ്പെടുന്ന രണ്ട് ഹിമാനികൾ കൂടി ഇവിടെയുണ്ട്. ഇനി ഇവിടുത്തെ ശുദ്ധജല തടാകങ്ങളാണ് നൈനിത്താളും ഭീംതാൾ. ഇപ്പൊ നമ്മൾ കാശ്മീർ ഹിമാലയത്തിൽ ദാല് പഠിച്ചു അല്ലെ. അതേപോലെ നമ്മളുടെ ഈ ഭാഗത്തെ ശുദ്ധജല തടാകങ്ങളാണ് നൈനിത്താള്, ഭീംതാള്. അതേപോലെ ലെസർ ഹിമാലയത്തിനും ശിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെ പറയുന്ന പേരാണ് ദൂണുകൾ എന്ന്. അപ്പൊ നമ്മളുടെ ഈ ഒരു പ്രദേശത്ത് ദൂണുകൾ കാണപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ദൂണിന് എക്സാമ്പിൾ ആണ് ഡെറാഡൂൺ. നമ്മൾ കേട്ടിട്ടുണ്ട് ഡെറാഡൂൺ എന്നല്ലേ. അപ്പോൾ ഡെറാഡൂൺ കാണപ്പെടുന്ന പ്രദേശം നമ്മളെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ദൂണുകൾ കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ദൂണിന് ഒരു എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറാഡൂൺ ആണ് കേട്ടോ. ഇനി ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ പറയുന്ന പേരാണ് ബുഗ്യാല്. ഈ ബുഗ്യാലും നമുക്കിവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ബുഗ്യാലും ദൂണുകളും ഒക്കെ കാണപ്പെടുന്ന നമ്മളുടെ ഹിമാലയത്തിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മധ്യ ഹിമാലയം എന്താണെന്ന് നോക്കാം. മധ്യ ഹിമാലയം നമ്മൾ പറഞ്ഞു അല്ലേ. കാളി മുതൽ ടീസ്ത വരെ കാണുന്ന ചെറിയ പിങ്ക് കളറിൽ അടയാളപ്പെടുത്തിയ പ്രദേശമാണെന്ന് മാപ്പിൽ നോക്കി മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാളി മുതൽ ടീസ്ത വരെ വരുന്ന ഭാഗമാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. ഇതിന് ഭാഗവും നേപ്പാളിലാണ് കിടക്കുന്നത്. നമ്മൾ ഇന്ത്യക്ക് ചെറിയൊരു കഷ്ണം കിട്ടിയിട്ടുള്ളൂ, ബാക്കി നേപ്പാളുകാർ കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രദേശത്തെ നേപ്പാൾ ഹിമാലയം എന്ന് കൂടി വിളിക്കുന്നുണ്ട്. മധ്യ ഹിമാലയം നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. ഇനി ഇന്ത്യക്ക് കിട്ടിയ ചെറിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമും ഡാർജിലിംഗും ആണ്. അപ്പൊ മധ്യ ഹിമാലയത്തിലെ സിക്കിമും ഡാർജിലിംഗും മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. ബാക്കിയൊക്കെ നേപ്പാളിലാണ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് അല്ലെ, നേപ്പാളിലാണെന്ന് പറഞ്ഞു. അത് മധ്യ ഹിമാലയത്തിലാണ് ഉള്ളത്. ഇനി കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മധ്യ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് നാഥുല ചുരം.
തേയില കൃഷിയൊക്കെ ആദ്യമായിട്ട് ആരംഭിച്ചൊരു പ്രദേശം എന്ന് പറയുന്നത് നമ്മളുടെ മധ്യ ഹിമാലയമാണ്. ഉയരം കൂടുന്തോറും കടുപ്പം കൂടുന്നു കേട്ടിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയരത്തിൽ പോയിട്ടാണ് നമ്മളുടെ തേയില കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഇനി കിഴക്കൻ ഹിമാലയം. കിഴക്കൻ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, നദീനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞു, പിങ്ക് കളർ കഴിഞ്ഞിട്ട് നമ്മളൊരു ഏരിയ, വലിയൊരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ തിസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ നീണ്ടു കിടക്കുന്ന പ്രദേശമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് പടിഞ്ഞാറൻ ഹിമാലയമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ആ മാപ്പിൽ നോക്കിയാൽ തന്നെ കാണാം അല്ലേ, ഉയരത്തിൽ നിന്നും താന്ന് വരുന്ന പ്രദേശമാണ്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അത്ര ഉയരം നമ്മുടെ കിഴക്കൻ ഹിമാലയത്തിൽ കുന്നുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ തിസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ അസം ഹിമാലയം എന്നുകൂടി വിളിക്കുന്നുണ്ട്. നമ്മൾ മറ്റേ പ്രദേശത്തെ നേപ്പാൾ ഹിമാലയം എന്ന് വിളിച്ച പോലെ അസം ഹിമാലയം എന്ന് വിളിക്കുന്നുണ്ട്. കാരണം കിഴക്കൻ ഹിമാലയത്തിന്റെ കൂടുതൽ ഭാഗവും അസമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അസം ഹിമാലയം എന്ന് കൂടി വിളിക്കുന്നു. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഈ ഭാഗത്തത് നാംച ബർവയാണ്. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാംച ബർവയാണ്. ഇനി ഇവിടത്തെ പ്രധാനപ്പെട്ട നദികളാണ് ബ്രഹ്മപുത്ര, കാമേങ്, ലോഹിത്, സുബൻസിരി. ബ്രഹ്മപുത്ര, കാമേങ്, ലോഹിത്, സുബൻസിരി ഒക്കെ നമ്മളെ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികളാണ്. ഇനി ഇവിടെയും പ്രധാനപ്പെട്ട പാസുകളുണ്ട്. ചുരം അല്ലെ, പാസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരം. അതാണ് ബോംഡില. ബോംഡില ചുരം എവിടെയാണ്? കിഴക്കൻ ഹിമാലയത്തിലാണ് ഉള്ളത്. ഇനി നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ വിഭജിച്ചപ്പോൾ ട്രാൻസ് ഹിമാലയം പറഞ്ഞു അല്ലേ, കാരക്കോലം, ലഡാക്ക്, സസ്കാർ. അതിനെ നമ്മൾ വിശദമായിട്ട് പഠിച്ചില്ല. അതിനുശേഷം നമ്മൾ ഹിമാലയത്തിലേക്ക് കടന്നു. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കൊക്കെ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഹിമാലയത്തിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു. അങ്ങനെ പോവുമായിരുന്നു. ഇതിൽ കിഴക്കൻ മലനിരകളിലെ പൂർവാചലിനെ കുറിച്ച് മാത്രം നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഏതെടുക്കുകയാണ്? പൂർവാചൽ എടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് പൂർവാചൽ കുന്നുകൾ എടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇത് എവിടെ നിന്ന് ഈ പൂർവാചൽ കുന്ന് വന്നു എന്ന് ചിന്തിക്കരുത് കേട്ടോ. അവിടെ ബാക്കി വെച്ചതാണ് നമ്മൾ. അപ്പോൾ ഇവിടുത്തെ ഒരു ശരാശരി ഉയരം എന്ന് പറയുന്നത് 500 മീറ്റർ മുതൽ 3000 മീറ്റർ വരെയാണ്. അപ്പോൾ ഇത് അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ വരുന്ന ഏരിയ ആണെന്ന് പറയാം. ഇനി ഇവിടുത്തെ കുറച്ച് കുന്നുകളാണ്, ഈ പ്രദേശത്ത് കുന്നുകളാണുള്ളത്. പൂർവാചൽ കുന്നിൽ കുറെ കുന്നുകളുണ്ട്. പഡ്കേബ്, അതേപോലെ നാഗാ കുന്ന്, മിസോ കുന്ന്, മണിപ്പൂർ കുന്ന്. ഇതൊക്കെ നമ്മുടെ പൂർവാചൽ കുന്നുകളിലെ കുന്നുപ്രദേശങ്ങളാണ് കേട്ടോ. ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന പ്രദേശമായിരുന്നു ചിറാപുഞ്ചി. ഇപ്പം അത് മൗസിൻറാമാണ്. ആദ്യം ചിറാപുഞ്ചിയിലായിരുന്നു. ഇപ്പൊ ചിറാപുഞ്ചിയുടെ തന്നെ തൊട്ടടുത്തുള്ള മൗസിൻറാമിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശം. ഈ പ്രദേശങ്ങളൊക്കെ അടങ്ങുന്നത് നമ്മുടെ പൂർവാചൽ കുന്നിലാണ്. ഇനി ഇവിടുത്തെ കാലാവസ്ഥ. നമ്മൾ കാലാവസ്ഥയെ കുറിച്ച് ഏകദേശം നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ. നന്നായി മഞ്ഞ് വീഴ്ചയുള്ള നല്ല തണുത്ത പ്രദേശമാണ് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ ഒരുപാട് മഴ കിട്ടുന്ന പ്രദേശങ്ങളും ഇവിടെയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഹിമാലയം ഇന്ത്യയുടെ വടക്ക് അതിർത്തിയിലുള്ള മറ്റ് തുടർച്ചയായ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും മധ്യേഷ്യക്കും ഇടയിൽ കാലാവസ്ഥാ വിഭജനം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടുത്തെ മലകൾ കൊണ്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രദേശത്തിന്റെ ഉയരം അടിസ്ഥാനമാക്കിയിട്ടാണ് കാലാവസ്ഥ. നമുക്കറിയാം, ഉയരം കൂടും തോറും നമുക്ക് എന്താണ്, ചൂട് കുറഞ്ഞു വരുന്നതാണ് അല്ലേ കാലാവസ്ഥ. അപ്പോൾ താഴ്ന്ന പർവ്വത ഭാഗമായിട്ടുള്ള ശിവാലിക്കിലൊക്കെ നേരിയ താപനിലയാണ്, ഉയർന്ന പ്രദേശങ്ങളിലേക്കാളും നേരിയ താപനിലയാണ് അവിടെ ഉള്ളത് ശിവാലിക്കിലൊക്കെ. പക്ഷേ ഉയർന്ന പ്രദേശമായിട്ടുള്ള ലഡാക്കിലൊക്കെ കഠിനമായിട്ടുള്ള ശൈത്യമാണ്. അത് ഉയരം കൂടുന്തോറും ചൂട് കുറയും, തണുപ്പ് കൂടും. ഇപ്പോൾ ഉയരം കൂടിയ ലഡാക്കിൽ അതികഠിനമായിട്ടുള്ള ശൈത്യം, കുറച്ച് താഴ്ന്ന പ്രദേശത്ത് ശിവാലിക്കിൽ നേരിയ താപനില. അങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ പോകുന്നത്. ഇനി നമുക്കറിയാം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അവിടെയാണ്. ഇനി അതേപോലെ തന്നെ നല്ല മഞ്ഞ് വീഴ്ചയുള്ള പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ. ഇനി ഇവിടുത്തെ നദീവ്യവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ് ഉള്ളത്. നമ്മൾ ഈ ചിത്രത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നീല കളറിൽ പോകുന്നതാണ് നമ്മുടെ സിന്ധു. അതേപോലെ വയലറ്റ് കളറിൽ കറങ്ങി വരുന്ന പ്രദേശമാണ് നമ്മളെ ബ്രഹ്മപുത്ര നദി. അടിയിലായിട്ട് പച്ച ലൈനായിട്ട് കാണുന്നതാണ് നമ്മുടെ ഗംഗ. അപ്പോൾ ഈ 3 നദികളാണ് നമ്മൾ ഈ പഠിച്ച പ്രദേശത്തെ ഏറ്റവും വലിയ നദീവ്യവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ സൈഡുകളിലായിട്ട് എന്തുണ്ട്, അതിന്റെ പോഷക നദികൾ പലതും ഉണ്ട്. നമ്മുടെ സിന്ധു നദി ഉത്ഭവിക്കുന്നത്, സിന്ധു നദി എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസ സരോവരത്തിൽ നിന്നാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം പറയില്ലേ. അതേപോലെ നമ്മുടെ സിന്ധു നദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു നദി മാനസ സരോവരത്തിൽ നിന്ന് വരുന്നതെന്ന് പറയും. അപ്പോൾ മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബോഗർച്ചു ഹിമാനിയിൽ നിന്നാണ് നമ്മുടെ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അതും അതിന്റെ പോഷക നദികളുമാണ് ആ പ്രദേശത്തെ പ്രധാനമായിട്ടുള്ള നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അതേപോലെ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ എന്ന് പറയുന്ന പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്.
അപ്പോൾ ഗംഗയുടെ പോഷക നദികളായിട്ടുള്ള യമുന, ഘാഗര, ഗണ്ഡക്, കോസി തുടങ്ങിയവ എന്താണ് ഈ പ്രദേശത്തെ പ്രധാനമായിട്ടുള്ള നീരൊഴുക്ക് വ്യൂഹങ്ങളാണ്. അതേപോലെ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് മാനസ സരോവര തടാകത്തിനടുത്തുള്ള ചമയുങ്ങും ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ദിബാങ്, ലോഹിത്, മാനസ്. അപ്പോൾ ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളായിട്ടുള്ള ദിബാങ്, ലോഹിത്, മാനസും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സിന്ധു നദി മാനസ സരോവരത്തിൽ നിന്നും, ഗംഗോത്രിയിൽ നിന്നും, ബ്രഹ്മപുത്ര മാനസ സരോവര തടാകത്തിനടുത്തുള്ള ചമയുങ്തുങ്ങിൽ നിന്നാണ്, ആ ഒരു ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി അതേപോലെ ഇവിടുത്തെ സസ്യജാലങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നല്ല പച്ചപ്പൊക്കുള്ള നല്ലൊരു കാണാൻ ഭംഗിയുള്ള പ്രദേശം തന്നെയാണ് അല്ലേ. മഞ്ഞ് മാത്രമല്ല, നന്നായിട്ട് സസ്യജാലങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ സസ്യജാലങ്ങൾ ഇവിടെ വളരാൻ അതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വളരെ ഉയരം കൂടിയ പ്രദേശമാണ്. അപ്പോൾ ഉയരം കൂടിയ പ്രദേശത്ത് അത്ര നല്ല കാലാവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഉയരം ഒരു ഘടകമാണ്. അതേപോലെ ഇവിടുത്തെ ഭൂപ്രകൃതി, നല്ല രീതിയിലുള്ള ഒരു ഭൂപ്രകൃതി ഇവിടെയുണ്ട്. അതും ഇവിടുത്തെ സസ്യജാല വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലത്തെ ഇവിടുത്തെ മണ്ണിനം, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിനമാണ് ഇവിടെ ഉള്ളത്. അതേപോലെ കാലാവസ്ഥയെ നമ്മൾ പറഞ്ഞു അല്ലേ, നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന, മഞ്ഞ് വീഴ്ചയുള്ള, ഉയരം കൂടിയ, നല്ല ഭൂപ്രകൃതിയുള്ള, നല്ല ഫലഭൂയിഷ്ടമായുള്ള മണ്ണുള്ളത് കൊണ്ടാണ് ഇവിടെ സസ്യജാലങ്ങൾ നന്നായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ അടങ്ങിയിട്ടുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഈ അധ്യായം അവസാനിക്കുന്നു. താങ്ക് യു ഓൾ.